നമ്മുടെ ബ്രെയിൻ ഉറച്ച ഒരു കോൺക്രീറ്റ് രൂപമല്ല. നമ്മുടെ ലക്ഷ്യങ്ങൾക്കനുസരിച്ചും ആഗ്രഹങ്ങൾക്കനുസരിച്ചും അനുഭവങ്ങൾക്കനുസരിച്ചും അതിൻ്റെ ആകൃതി മാറിക്കൊണ്ടിരിക്കും. ബ്രെയിനിൻ്റെ ഈ കഴിവാണ് ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. നമുക്ക് മുന്നിൽ രണ്ട് വഴികളാണുള്ളത്, നന്മയുടെ വഴികളും തിന്മയുടെ വഴികളും. തിന്മയുടെ വഴിയിലൂടെ നമ്മൾ കടന്നു പോകുന്നു എന്ന് വിചാരിക്കുക. വീണ്ടും വീണ്ടും തിന്മ ചെയ്യാനുള്ള ഒരു പ്രവണത നമ്മളിൽ ഉണ്ടാകുന്നു. അങ്ങനെ നമ്മൾ തിന്മയുടെ ഒരു ഹൈവേയിൽ എത്തിച്ചേരുന്നു. എന്നാൽ ഈ ഒരു അവസ്ഥയിൽ പോലും ഈ തിന്മയുടെ ഹൈവേ ഉപേക്ഷിക്കാനുള്ള ഒരു ശക്തി നമ്മുടെ ബ്രെയിനിനുണ്ട്. നന്മയുടെ വഴിയിലേക്ക് നീങ്ങാൻ ശ്രമിക്കുമ്പോൾ അത്തരത്തിലുള്ള ഒരു ന്യൂറൽ കണക്ഷൻ നമ്മുടെ തലച്ചോറ് ഉണ്ടാക്കുകയും വീണ്ടും വീണ്ടും അത് ചെയ്യാനുള്ള ഒരു പ്രവണത നമ്മളിൽ ഉണ്ടാവുകയും ചെയ്യുന്നു. ഇങ്ങനെ നമ്മൾ നന്മയുടെ ഒരു ഹൈവേയിൽ എത്തിച്ചേരുകയും തിന്മയുടെ ഹൈവേ യൂസ്ലെസ് ആയി തീരുകയും ചെയ്യുന്നു. രണ്ട് തരത്തിലുള്ള ന്യൂറോപ്ലാസ്റ്റിസിറ്റിയാണ് നമ്മുടെ തലച്ചോറിനുള്ളത്. കോമ്പൻസേറ്ററി ന്യൂറോപ്ലാസ്റ്റിസിറ്റി, പഠന പ്രോത്സാഹന ന്യൂറോപ്ലാസ്റ്റിസിറ്റി. തലച്ചോറിലെ കേടുപാടുകൾ പറ്റിയ ഏരിയയുടെ പണി ആരോഗ്യമുള്ള മറ്റൊരു ഏരിയയെ ഏൽപ്പിക്കുന്ന ബ്രെയിനിൻ്റെ പ്രവർത്തനമാണ് കോമ്പൻസേറ്ററി ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. പഠന പ്രോത്സാഹന പ്ലാസ്റ്റിസിറ്റി എന്നത് പുതിയ നൈപുണ്യങ്ങൾ പഠിക്കുമ്പോൾ തലച്ചോറിലെ ന്യൂറോണുകൾക്കിടയിലുള്ള കണക്ഷൻ ശക്തിപ്പെടുന്ന പ്രവർത്തനമാണ്. നമുക്കുണ്ടാകുന്ന അനുഭവങ്ങൾ നമ്മുടെ ബ്രെയിനിൻ്റെ ന്യൂറോപ്ലാസ്റ്റിസിറ്റിയെ സ്വാധീനിക്കുന്നു. വികസന പ്ലാസ്റ്റിസിറ്റി എന്നൊന്ന് നമ്മുടെ ബ്രെയിനിൽ കുഞ്ഞുനാളിലേ പ്രവർത്തിക്കുന്നുണ്ട്. എന്തെങ്കിലും ചെയ്യുമ്പോൾ തലച്ചോറിലെ ന്യൂറോണുകളിൽ ശാഖകൾ ഉണ്ടാകുന്നു. ഇത്തരം പ്രവർത്തനങ്ങൾ വീണ്ടും വീണ്ടും ചെയ്യുമ്പോൾ ന്യൂറോണുകളുടെ ശക്തി വർദ്ധിക്കുകയും നൈപുണ്യമുള്ള ആളായി വ്യക്തി വളർന്നു വരികയും ചെയ്യുന്നു. ഒരു തെറാപ്പിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യക്തിയുടെ തലച്ചോറിലെ പ്രയാസപ്പെടുത്തുന്ന പാറ്റേണിനെ ദുർബലപ്പെടുത്തി പുതിയൊരു കോഗ്നിറ്റീവ് പാറ്റേൺ സൃഷ്ടിച്ചെടുക്കുവാൻ ഈ ന്യൂറോപ്ലാസ്റ്റിസിറ്റി സഹായകരമാണ്. കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി സാഹചര്യങ്ങളെക്കുറിച്ച് പുതിയ രീതിയിൽ ചിന്തിക്കുവാൻ ക്ലയൻറ്റിനെ പഠിപ്പിക്കുന്നു. ഈ ചിന്താ പ്രക്രിയ ആവർത്തിക്കുമ്പോൾ അനുബന്ധ ന്യൂറോണുകൾ ശക്തിപ്പെടുന്നു. ആത്മവിശ്വാസക്കുറവ്, ട്രോമ, ഉത്കണ്ഠ തുടങ്ങിയവയെ മറികടക്കാൻ ഇത് ക്ലയൻറ്റിനെ സഹായിക്കുന്നു. ബ്രെയിനിൽ എന്തെങ്കിലും പരിക്കുകൾ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് ഒരു സ്ട്രോക്ക് ഉണ്ടായ ശേഷം എങ്ങനെ പ്രവർത്തനം വീണ്ടെടുക്കാമെന്ന് ന്യൂറോപ്ലാസ്റ്റിസിറ്റി വിശദീകരിക്കുന്നു. തലച്ചോറിൻ്റെ കേടുപാടുകൾ പറ്റിയ ഭാഗത്തു നിന്നും ആരോഗ്യകരമായ പ്രദേശങ്ങളിലേക്ക് പ്രവർത്തനങ്ങൾ പുനഃക്രമീകരിച്ചുകൊണ്ടാണ് ബ്രെയിൻ ഇത് ചെയ്യുന്നത്. പ്ലാസ്റ്റിസിറ്റിയുമായി ബന്ധപ്പെട്ട് ഞാൻ ചെയ്ത ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. മറ്റൊരു വീഡിയോവുമായി വീണ്ടും കാണാം. ബൈ.